പറഞ്ഞു എല്ലാവർക്കും എന്നാ വിശ്വസിച്ച് കൊത്തരെ ആ നാമെന്നോ വന്നില്ല. ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വിജീസ് കിച്ചൺ റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കണ്ടല്ലോ, കുറച്ച് നാളായിട്ടുള്ള ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ടും കുറച്ച് നാളായി. പിന്നെ ഞാൻ പിന്നെ ഇടുന്ന വീഡിയോയ്ക്ക് കണ്ടന്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല, ചുമ്മാ ഡബ്മാഷ് ചെയ്തിടുന്നതേ ഉള്ളൂ. അന്നേരം എല്ലാവരും അറിയാവുന്നവരൊക്കെ ചോദിക്കുന്നു, നിനക്കൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മടിയാണ് ചെയ്യാൻ. എന്നാലും ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തോരം പേര് ചെയ്യുന്നുണ്ട്, നിനക്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. 1000 മേലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും മണിക്കൂറും കൂടെ നമുക്ക് ഇതാക്കിയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം 2 ദിവസമായിട്ട് നമ്മളിതും കൊണ്ട് വീഡിയോയിലും മൊബൈലും തോണ്ടിരുന്നുണ്ടെന്ന് കാര്യം നടക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പണിക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പണിക്ക് പോകാമെന്ന് പറഞ്ഞ് പണി അന്വേഷിച്ച് നടന്നിട്ടൊന്നും ഞാൻ അതിലെല്ലാം നടന്നു എന്നിട്ടൊന്നും കിട്ടിയില്ല. ചേട്ടനെ എന്നിട്ട് ഇവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ലീവിന് പോയപ്പോൾ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനായിട്ട് കിട്ടിയായിരുന്നു. അതിന് പോയി അന്നേരം ആ ചേച്ചിക്ക് അവർ പറഞ്ഞ ആഴ്ചയിൽ മാറി മാറി നിൽക്കാൻ പറഞ്ഞു. അന്നേരം അങ്ങനെ ആഴ്ചയിൽ മാറി മാറി നിൽക്കുക, ഒരാഴ്ച അങ്ങനെ മാറി മാറി നിൽക്കുക. അന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അന്നേരം പിന്നെ വീഡിയോ എടുക്കാനോ ഷോർട്സ് എടുക്കാനോ ഒന്നും സമയം കിട്ടുകയില്ല. രാവിലെ 6:30 ആകുമ്പോഴത്തേനും പോകും, 5:30 ആകുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും വല്ലയിടത്തും കയറി കിടന്നാൽ മതി എന്നുള്ള ഒരു രീതിയായിരിക്കും. ഭയങ്കര മടുപ്പായിരിക്കും. രാവിലെ ചെല്ലുമ്പോൾ തൊട്ട് പണിയായിരിക്കും, വൈകിട്ട് വരുന്നിടം വരെ പണി കഴിഞ്ഞിട്ടില്ല വരുന്നത്. അപ്പോൾ അതിൻ്റെതായ മടുപ്പായിരിക്കും. ഒരൊന്ന് റെസ്റ്റ് എടുക്കാനുണ്ടോ എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കാൻ സമയമില്ല, അതിനുള്ള സമയമില്ല. നമ്മൾ ഹോട്ടലിലാവുമ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. പിന്നെ ആദ്യം തന്നെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. പിന്നെ ഇന്ന് എല്ലാവരും പറഞ്ഞു സ്നീസിങ് ചലഞ്ച് ചെയ്യണം, അത് ചെയ്യണം, വാട്ടർ വാർ ചലഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാണ്ടില്ല, ചെയ്യണമെന്നുണ്ട്. ശനിയാഴ്ച സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാം, പിള്ളേർ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യാം. അല്ലാതെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് തലയിലൊക്കെ വെള്ളം ഒഴിക്കുന്ന ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുദ്ധിമുട്ടാവില്ല നോക്കുന്നത്. അത് ചെയ്ത് മഴയൊക്കെ ഇല്ല, ഇപ്പോൾ വെയിലൊക്കെ ആവുകയാണെങ്കിൽ ശനിയാഴ്ച ഞാൻ ചെയ്യാൻ മടിയൊന്നുമില്ല, ചെയ്യാം. ഈ വഴി സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്, ഓട്ടോയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ എപ്പോഴും. ഒന്ന് പോയി കഴിയുമ്പോഴത്തേനും അടുത്തത് പോയി കഴിയുമ്പോഴത്തേനും അടുത്തത്, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വണ്ടി. പിന്നെ അവർ സ്കൂളിൽ പിന്നെ അതുകൊണ്ട് സ്കൂളിൽ പോയി തുടങ്ങി. ആ ഒരാഴ്ച എനിക്ക് പണിയുണ്ടായിരുന്നു. ഒരാഴ്ച ഇല്ല, അവർ പോയെന്ന് എനിക്ക് പണിയുണ്ടായിരുന്നു. ആദ്യമേ നേരത്തെ 3 വയസ്സായി അവന്. ഞാൻ അംഗൻവാടി വിടാറൊക്കെ ആയി, പക്ഷെ വിട്ടില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗൻവാടി ഇവിടുന്ന് കുറേ ദൂരം പോകണം. അംഗൻവാടി ഇവിടുന്ന് പറഞ്ഞ് കുട്ടപ്പശ്ശേരിക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ വണ്ടിക്കൂലി കൊടുക്കണം. ഇവിടുന്ന് ചുമ്മാ ഒരു ദിവസം 50 രൂപ കൊടുക്കണം അങ്ങോട്ട്, തിരിച്ച് ഇങ്ങോട്ടും 50 രൂപ, അപ്പോൾ 100 രൂപ ആവും ഒരു ദിവസം. അപ്പോൾ മാസം കൊടുക്കുന്നേ 3000-3000 അടുത്താകുന്നുണ്ട്. 2 ദിവസമല്ലേ പോകുന്നില്ലാത്തുള്ളൂ, ഞായറാഴ്ച ശനിയാഴ്ച. അപ്പോൾ അത് നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിക്ക് പോകട്ടെ, നടന്ന് ഈ കൊച്ചിനെയും കൊണ്ട് എങ്ങനെ പോകാൻ, ഞാൻ നടന്നു പോകും. ഞാൻ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ ഈ അമ്മയൊട്ട് നടന്നു പോകത്തില്ല, അത് കാരണം പിന്നെ വിട്ടില്ല. പിന്നെ ഇവിടെ ഈ സെൻറ് തോമസിൽ വിടണമെന്ന് തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, സെൻറ് തോമസ്, അവിടെ വിടണമെന്നുണ്ടായിരുന്നു പ്ലേ സ്കൂളിൽ. പക്ഷേ അവരെന്തായാലും പറഞ്ഞു 3000 രൂപ ആദ്യം അടയ്ക്കണം, ഈ യൂണിഫോത്തിൻ്റെ കാര്യം ഏതാണ്ടല്ലേ, അവിടെ കൂടി 3000 രൂപ അടയ്ക്കണം, പിന്നെ മാസം 1000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു മാസം 1000 രൂപ കൊടുത്താൽ മതിയില്ല, എന്നാൽ ഇവിടെ വിടാമെന്ന് ഓർത്തു. അന്നേരം ഒരു കാര്യം നടക്കുന്നില്ല. അപ്പം പിന്നെ ഇവിടെ ചേർക്കാതെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് തോന്നുന്നു. അവർക്ക് പുസ്തകമല്ല ബാഗ് മേടിയിലും ബുക്ക് മേടിയിലും വന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഇവന് ഈ വർഷം വേണ്ട, അടുത്ത വർഷം നമുക്ക് LKG ചേർക്കാം, ഇവിടെ ഇരുത്തി വല്ല അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു വെയിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കുറച്ച് നാൾ അടുത്ത വർഷം LKG വിടുമ്പോൾ പെട്ടെന്ന് ചെന്നിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ ഇവിടെ പോയിരുന്നെങ്കിൽ അക്ഷരമൊക്കെ പഠിച്ചേനെ, എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ വിട്ടില്ല. പിന്നെ അവർക്ക് തന്നെ വേണ്ടിക്കൂടി കുറച്ച് പൈസയാവും, കാരണം അവൾ ഇടുക്കിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇടുക്കി പഠിക്കുമ്പോൾ അവൾക്ക് 850 രൂപ കൊടുക്കണം മാസം. പിന്നെ അവൻ ഇവിടെ അടുത്ത് 600 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. എല്ലാം കൂടെ ആകുമ്പോഴത്തേനും വാടക കൊടുക്കണം, എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നടക്കില്ല, കാര്യങ്ങളൊന്നും നടക്കില്ല. അത് കാരണം ഞാൻ പറഞ്ഞു പോയില്ലല്ലോ സാരമില്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഈ വർഷം പോകണ്ട, നമുക്ക് അടുത്ത വർഷം LKG എന്നായാലും LKG കൊണ്ട് വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എത്ര പൈസയായാലും നമ്മൾ ഈ വർഷം നമുക്ക് അടുത്ത വർഷം വിടാമെന്ന്. അങ്ങനെ അത്
അതുകൊണ്ട് അവനും ഇവിടെ ഉണ്ട്, അവൻ ഉറങ്ങുക. പിന്നെ പറഞ്ഞാൽ നമ്മളതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ പണിക്കൊന്നും നമ്മൾ പോയാലൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ നമുക്കൊന്ന് ഫസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്കൊക്കെ ഭയങ്കര വേദനയാണ്. കൈയൊക്കെ നഖമൊന്നുമില്ല, നഖമൊക്കെ തേഞ്ഞ് തീരും നമ്മൾ കടലിൽ പണിയാൻ പോയി കഴിഞ്ഞാൽ. നന്നായിട്ട് നമ്മൾ അത് ചെയ്താലേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ആൾക്കാർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല. ആൾക്കാർ പറയുമ്പോൾ നീ ചുമ്മാ 2 ദിവസം പോയിട്ട് നീ ചുമ്മാ ഇരുന്ന് പറയുന്നതെന്ന് പറയും. 2 ദിവസം വിളിച്ചാൽ പോവും. അവരെന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഒരാഴ്ച കഴിയുമ്പം ആഴ്ച മാറി മാറി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നുമില്ലാത്തതിലും ഭേദം എന്ന് പറയുന്ന കണക്ക് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോകൾ പിന്നെ ആഴ്ചയിൽ വീഡിയോകൾ അത് മടുപ്പാണ്. പിന്നെ ഒരു ദിവസം ഒരാഴ്ച ഇന്ന് ഈ തിങ്കളാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ദിവസം ഭയങ്കര മടി. ഇന്നലെയാണ് ഞാനൊരു വീഡിയോ ഇട്ട്. ഭയങ്കര മടിയെന്നല്ല, നമുക്ക് പറ്റില്ല, നമുക്കൊരു ക്ഷീണം പോലെ, നമുക്ക് എപ്പോഴും കിടന്ന് ഉറങ്ങാൻ തോന്നും. അത് കാരണമാണ് ഞാനൊരു വീഡിയോ എടുത്തില്ല, ലൈവ് ഇട്ടില്ല. എല്ലാവരും പറഞ്ഞു അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ കൂടുമെന്ന് പറഞ്ഞു. ഇങ്ങനെയെങ്കിലും എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഉപകാരപ്പെടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുന്നതാണ്. രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ അന്നേരത്തേന് ആൾക്കാർ അതും കമൻറ്റുകൾ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരതൊന്നും ഞാൻ വകവെക്കുകയില്ല. എന്നാ പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ എന്നാന്ന് എനിക്കറിയാം. അത് കാരണം ആരെന്നാ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പം ഞാനിത് പറഞ്ഞത് എന്നെ ഇത്രയും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അവരോട് സ്വന്തം ആൾക്കാരോട് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. ഇത്രയും നാൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങൾ പറഞ്ഞതാണ്. പിന്നെ രേഷ്മ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. ആ കൊച്ച് എപ്പോഴും ചോദിക്കും സീൻസുകാരൻ ചെയ്തു ഉടനെ ശനി ഞാൻ നാളെ പിള്ളേർക്ക് പഠിത്തമില്ലാത്ത ദിവസം ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. അവരും കൂടെ ഉള്ളപ്പം ഞാൻ ഉറപ്പായിട്ട് എന്തെങ്കിലും നന്നായിട്ട് നല്ല വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്നുവെച്ചാൽ ഈ ക്ലാരിറ്റിയൊക്കെയാണ് അവർ പകൽ ചെയ്യാം. ഇത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ചെയ്യുമ്പം ഒന്നാമത് ഫോണിന് ക്ലാരിറ്റി ഇല്ല, കൊള്ളില്ലാത്ത ഈ ചെറിയ ഫോണായതുകൊണ്ട്. കൊള്ളില്ലാത്തതല്ല, നമ്മൾ ലോൺ എടുത്ത് മേടിച്ചതാണ്, പിള്ളേർക്ക് പഠിക്കാനായിട്ട് മേടിച്ചത്. അന്നേരം അതിൻ്റെ ഇപ്പോഴത്തെ ക്യാമറ ക്ലാരിറ്റി പോലെയുള്ള അല്ല എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി. അതുകൊണ്ട് വീഡിയോയ്ക്കൊന്നും ഒത്തിരി ക്ലാരിറ്റി കാണില്ല, സാധാ ഫോണായതുകൊണ്ട്. അത് ഈ രാത്രിയിൽ നമുക്ക് ഈ ഒരു മങ്ങിയ കളറിലൊക്കെ കാണുള്ളൂ. അതെൻ്റെ വീഡിയോയ്ക്ക് എപ്പോഴും ഡള്ളായിട്ട് എടുക്കണം. പിന്നെ ഈ പിള്ളേർ കിടന്ന സമയം ഒച്ച എടുക്കുന്നത്. പിന്നെ പകലത്തെ ലൈവ് വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈവ് വ്ലോഗ് എടുക്കുന്നത് നടക്കില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സരസ്വതികളായിരിക്കും ചിലപ്പോൾ വായിന്ന് വീഴുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കിട്ട് അടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇടുന്ന് ഞാൻ ഒച്ച എടുക്കുള്ളൂ. ചേട്ടനല്ലേ, ചേട്ടൻ നല്ല അടിച്ചു കൊടുക്കും. പക്ഷെ അടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഏത് സമയം ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരെ കൈ പ്രസ്ഥാനമില്ല. കൈ എപ്പോൾ നോക്കിയാലും അറിയും. ഒന്നുമില്ല അവരുടെ കൈ കത്തി കാണും, അല്ലെങ്കിൽ കത്തി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂമ്പെങ്കിലും കാണും, അല്ലെങ്കിൽ ഒരു വാക്കത്തി ഇങ്ങനെ. അത് കാരണം ഏത് സമയവും ഒച്ചയെടുക്കാനേ നേരം കാണുള്ളൂ. അതോ ഡ്രസ്സ് ഇട്ടേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും സഹതാപത്തിന് വേണ്ടിയായിരിക്കും പിള്ളേരെ ഇങ്ങനെ ഡ്രസ്സ് ഇടിച്ചുകൊണ്ട് നടത്തുന്നത്. പക്ഷെ സഹതാപത്തിന് വേണ്ടിയൊന്നുമില്ല. ഉള്ള ഡ്രസ്സ് മൊത്തം കത്തിരി തുടച്ച് വെച്ചേക്കും. എന്നിട്ട് ആ തുടക്കാത്തട കൈയിട്ടുണ്ടെടുക്കും. അതാണ് എൻ്റെ മകൻ്റെ പരിപാടി. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് കാണുക. എങ്ങനെയാ ടാറ്റ കൊടുക്കണേന്ന് കാണിക്കാം. ടാറ്റ കൊടുക്കുക. ടാറ്റാ കൊടുത്തേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. പറയടാ, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.